ഈ ഒരാൾക്കാരെ ആ കുളത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് കൊല്ലുകയാണ്, എന്നിട്ട് കുളത്തേക്ക് ഇടുകയാണ്. ഈ ഒരു എരുമയുടെ രൂപത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുകയാണ്. പിന്നെ ഗുരുവായൂരപ്പനെ നേരിട്ട് കാണാനായിട്ടൊക്കെ സാധിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം കണ്ണടച്ച് ധ്യാനിക്കുകയാണ്. അപ്പം വിഗ്രഹത്തേക്ക് നോക്കുമ്പോൾ ദാ ഒരു എരുമയുടെ രൂപമാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉത്സവം 6ാം ദിവസമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂരമ്പലത്തിലെ ഉത്സവ കാഴ്ചകളും അതുപോലെ തന്നെ 2 കഥ കൂടി പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് കോന്തുണ്ണിയുടെ കഥയും രണ്ടാമത്തേത് തൃക്കണ്ടിയൂർ പട്ടത്ത് നമ്പീശൻ്റെ കഥയും. രണ്ടുപേരും ഭഗവാന്റെ ഭക്തരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് കുറച്ച് ദൃശ്യങ്ങൾ കാണാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആറാട്ടിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു അത്താണിയുടെ കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആറാട്ടിൻ്റെ സമയത്ത് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മേളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെയ്ത് അവസാനം ഈ ഒരു നാരായണാലയത്തിൻ്റെ അവിടെ എത്തുമ്പോൾ മേളം തുടങ്ങും. അങ്ങനെ മേളം കൊട്ടി ആ ഒരു കുളത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു അത്താണിക്കല്ലുണ്ട്. അവിടെ എത്തും വരെ നല്ല തിമിർത്ത് കൊട്ടും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കും. അപ്പം അതിൻ്റെ കാരണം എന്താണ് ഈ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ കാലങ്ങൾക്ക് മുമ്പ് ആ ഒരു സമയത്ത് അമ്പലം അത്ര കണ്ട് പുരോഗമിച്ചിട്ടില്ല എങ്കിലും കുറച്ചൊക്കെ പ്രസിദ്ധമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്ത് ഭഗവാന്റെ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. തൃക്കണ്ടിയൂർ പട്ടത്ത് നമ്പീശൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ വളരെ നന്നായിട്ട് തന്നെ കാര്യസ്ഥനായിരുന്നു. അദ്ദേഹം ഒരു തെറ്റും കൂടാതെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങളും ആ ഒരു കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ആളായിരുന്നു അദ്ദേഹം. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഇത്രയും കൃത്യത കാരണം അവിടെ മറ്റുള്ളവർക്കൊന്നും അവർക്കൊന്നും ചില തെറ്റുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം കൃത്യമായ കണക്ക് എല്ലാത്തിനും വെക്കുന്നുണ്ട്. അതിൻ്റെ ദേഷ്യം എല്ലാവർക്കും അദ്ദേഹത്തിനോട്, കുറച്ച് പേർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിനോട്. അങ്ങനെ ആ ഒരു ദേഷ്യം മൂത്ത് ഒരു ദിവസം ഈ ഒരാൾക്കാരെ ആ കുളത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് കൊല്ലുകയാണ്, എന്നിട്ട് കുളത്തേക്ക് ഇടുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ആറാട്ടാണ്. ആറാട്ടിൻ്റെ അന്ന് ഇതുപോലെ തന്നെ, അത് സാധാരണ ആ ദിവസങ്ങളിൽ യാതൊരുവിധ മുടക്കം ഉണ്ടാവാറില്ല. മുഴുവൻ സമയവും മേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഭഗവാന് പെട്ടെന്ന് ആ ഒരു ആന അവിടെ നിൽക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും ഇളകുന്നില്ല. അപ്പോൾ ഒരു പ്രശ്നം വെച്ച് ഇങ്ങനെ നോക്കുകയാണ്, എന്താണ് കാര്യം എന്നൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് ഈ കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിനുള്ള പ്രതിവിധി നോക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുടുംബക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് വിഷമില്ല എന്ന് പറഞ്ഞാലേ ആ ആന ഇളകുള്ളൂ, അങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒരു കുടുംബക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് വിഷമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് അത് പിന്നീട് എല്ലാ വർഷവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുടുംബക്കാരുടെ പിൻതലമുറ ഉണ്ടല്ലോ, അവരൊക്കെ വന്നിങ്ങനെ പറയണം, ഞങ്ങൾക്ക് വിഷമില്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ആന പിന്നെ ആ മേളവും കാര്യങ്ങളൊക്കെ പിന്നീട് തുടരുള്ളൂ. അതവർ പറയും കേട്ടോ, അവർ ആ സമയത്ത് പറയും അവർ. അപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കിട്ടയുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടയുടെ ഇളനീര് കിട്ടണം ഭഗവാൻ എല്ലാ ഉത്സവകാലത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാട്ടോ ഈ കഥയും. ആ കഥ കാണാത്തവർ പോയി കണ്ടോളൂ കേട്ടോ, കിട്ടയുടെ ഇളനീരിൻ്റെ കഥ. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് കോന്തുണ്ണിയുടെ ഭക്തിയുടെ കഥയാണ്. ഭക്തി കൊണ്ട് നമുക്ക് ഭഗവാനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാൻ സാധിക്കും എന്നൊരു കഥ, ഒരു ആശയം നൽകുന്ന കഥയാണ്. നമുക്ക് കഥ പറയാം. വില്ലുമംഗലം സ്വാമിയാരുടെ ശിഷ്യനായിരുന്നു കോന്തുണ്ണി. അപ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാർക്കുണ്ടായിരുന്ന അത്ര ബുദ്ധി കോന്തുണ്ണിക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു ചെറിയൊരു ബുദ്ധിക്കുറവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് എന്ത് സംസാരിക്കണം, എവിടെ സംസാരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു ചെറിയ പ്രശ്നം. അദ്ദേഹത്തിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമല്ലെങ്കിലും കുറച്ച് ബുദ്ധി കുറവാണ്. എന്തൊക്കെ എവിടെ സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് അധികം അറിയില്ല. അപ്പം അദ്ദേഹം ഭഗവാന്റെ വലിയ ഭക്തനാട്ടോ. അപ്പോൾ ഈ വില്ലുമംഗലം സ്വാമിയാരെ എല്ലാവർക്കും അറിയാലോ. വില്ലുമംഗലം സ്വാമിയാരെ ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരാളാണ്, ഭഗവാന്റെ ഭക്തനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കോന്തുണ്ണിക്ക് അദ്ദേഹത്തോട്, വില്ലുമംഗലം സ്വാമിയാരോട് വലിയ ആദരവാണ്. അതുപോലെ തന്നെ ഒരാഗ്രഹവും ഉണ്ട്. വില്ലുമംഗലം സ്വാമിയാരെ പോലെ തനിക്കും ഭഗവാനെ കാണാനും പൂജിക്കാനും ഒക്കെ സാധിക്കണം, അങ്ങനെ ഒരു ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചോദിക്കുന്നു വിചാരിച്ചിട്ട് കുറേ കാലം നടന്നു. പിന്നെ ഒരു ദിവസം അങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് വില്ലുമംഗലം സ്വാമിയാർ ഉള്ളിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ സമയത്താണ് കോന്തുണ്ണി ഇത് വന്ന് ഇങ്ങനെ ചോദിക്കാനായിട്ട് നിൽക്കുന്നത്. പക്ഷെ കോന്തുണ്ണി ഇത് കാണുന്നുണ്ടെങ്കിലും അത് കോന്തുണ്ണി അത്ര വലിയ കാര്യമാക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ബുദ്ധിക്കുറവുണ്ട്. അപ്പോൾ കോന്തുണ്ണി ഇതൊന്നും ശ്രദ്ധിക്കാതെ വില്ലുമംഗലം സ്വാമിയാരോട് ധൈര്യത്തോടെ അങ്ങോട്ട് ചോദിക്കുകയാണ്, എനിക്കും ഭഗവാനെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഏത് രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് എനിക്കറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കാരണം താൻ ഇവിടെ ഇത്ര കാര്യമായിട്ട് പൂജ ചെയ്യുന്നൊന്നും ഇവൻ കാണുന്നില്ലേ എന്നൊരു ദേഷ്യമാണ് വില്ലുമംഗലം സ്വാമിയാർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ വില്ലുമംഗലം സ്വാമിയാർ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറയാണ്, ഈ ഒരു എരുമയുടെ രൂപത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ കോന്തുണ്ണി ഇത് കേട്ടപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ പറഞ്ഞ കാര്യമല്ലേ, വലിയ ഭക്തനല്ലേ, അത് കോന്തുണ്ണി സത്യത്തിൽ വിശ്വസിക്കുക കേട്ടോ. അങ്ങനെ കോന്തുണ്ണി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ് എരുമയുടെ രൂപത്തിൽ. അപ്പോൾ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം അമ്പലത്തിൽ കോന്തുണ്ണിയും വില്ലുമംഗലം സ്വാമിയാരും കൂടി പോവുകയാണ്. അന്നേ ദിവസം ശീവേലിക്ക് ഭഗവാന്റെ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിക്കണമല്ലോ ഗുരുവായൂരിൽ. അപ്പോൾ ആ സമയത്ത് പുറത്തേക്ക് ആ ഒരു തിടമ്പ് എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ആ ഒരു വാതിലിൽ അവിടെ വെച്ച് നിൽക്കുക, പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അപ്പം മറ്റുള്ള നമ്പൂതിരിമാരൊക്കെ ഓടി വന്നു. അവരും ഇങ്ങനെ നോക്കിയിട്ട് തീരെ പറ്റുന്നില്ല. ആ സമയത്ത് അവർ വില്ലുമംഗലം സ്വാമിയാർ അവിടെ നിൽക്കുന്നത് കാണുകയാണ്. അങ്ങനെ വില്ലുമംഗലം സ്വാമിയാരോട് ഓടിച്ചെന്ന് പറയാണ്, കാരണം വില്ലുമംഗലം സ്വാമിയാർ അത്ര വലിയ ആളാണല്ലോ. അവർ പറയാണ്, ഭഗവാനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല, അങ്ങൊന്ന് വന്ന് നോക്കാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വില്ലുമംഗലം സ്വാമിയാരുടെ ഒപ്പം കോന്തുണ്ണി ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവിടേക്ക് പോയി നോക്കുകയാണ്. പിന്നെ വില്ലുമംഗലം സ്വാമിയാർ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്താണാവോ കാര്യം എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് കോന്തുണ്ണി പെട്ടെന്ന് ഇടയിൽ കയറി പറയാട്ടോ, അതെ, നിങ്ങൾ ആ വിഗ്രഹം ഒന്ന് ചരിച്ചിട്ട് എടുത്തോളൂ, അപ്പോൾ ഭഗവാനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ആര് പറഞ്ഞാലും ആ സമയത്ത് അവർ കേൾക്കും. അതുകൊണ്ട് ആ നമ്പൂതിരിമാരെല്ലാവരും കൂടിയിട്ട് ഒന്ന് ചരിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഭഗവാനെ നല്ല രീതിയിൽ പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിച്ചു. ശിവേലി നടക്കാൻ തുടങ്ങി. അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർക്ക് ദേഷ്യം വരികയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താൻ വലിയൊരാളാണ്, വലിയൊരു ഭക്തനാണ്. അപ്പോൾ താൻ തനിക്ക് കിട്ടാത്ത ഉത്തരം ഇവനെങ്ങനെ കിട്ടി, അങ്ങനെ ഒരു ചോദ്യമാണ്. വില്ലുമംഗലം സ്വാമിയാർ ദേഷ്യം ചോദിക്കുകയാണ്, നിന്നോട് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കോന്തുണ്ണി വളരെ സൗമ്യമായി പറയുകയാണ്, ഇതൊരു ചെറിയ കാര്യമല്ലേ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഈ ഒരു ഭഗവാൻ ഇരുമ്പട രൂപമല്ലേ, അപ്പോൾ ഈ കൊമ്പ് തട്ടിയിട്ട് പുറത്തേക്ക് ഇറക്കാൻ സാധിക്കില്ല, അതുകൊണ്ടൊന്ന് ചരിച്ചിട്ടെടുത്താൽ കൊമ്പ് ഒക്കെ മാറ്റിയിട്ട് സുഖമായിട്ട് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ വില്ലുമംഗലം സ്വാമിയാർക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. കാരണം താനെന്ന് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ കോന്തുണ്ണി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വില്ലുമംഗലം സ്വാമിയാരെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പനെ നേരിട്ട് കാണാനായിട്ടൊക്കെ സാധിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം കണ്ണടച്ച് ധ്യാനിക്കുകയാണ്. അപ്പം വിഗ്രഹത്തേക്ക് നോക്കുമ്പോൾ ഒരു എരുമയുടെ രൂപമാണ്. അപ്പോഴാണ് വില്ലുമംഗലം സ്വാമിയാർക്ക് മനസ്സിലാവുന്നത് കോന്തുണ്ണിയുടെ ഭക്തി എന്നത് എത്ര ഉയർന്ന സ്ഥാനത്താണെന്ന്. കാരണം കോന്തുണ്ണി എങ്ങനെ ചിന്തിച്ചോ അതുപോലെ ഭഗവാൻ മാറി. അതുപോലെയാണ് നമ്മൾ ഈ ഒരു കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെങ്ങനെയാണോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ആ രൂപമായിരിക്കും. ഈ കഥയുടെ അവസാനം കൂടി ഒന്ന് പറയാട്ടോ. കോന്തുണ്ണിയുടെ ഭക്തി മനസ്സിലാക്കിയിട്ട് വില്ലുമംഗലം സ്വാമിയാർ കോന്തുണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ആ 4 കൈകളുള്ള ചതുർബാഹു രൂപം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പിന്നീട് കോന്തുണ്ണി അങ്ങനെയാട്ടോ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെയായിരിക്കും ഭഗവാൻ. ഇപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ആ ഒരു വിഗ്രഹത്തിനെ വെറും ഒരു ശിലയായി മാത്രം കരുതുകയാണെങ്കിൽ, എനിക്കത് പറയുമ്പോൾ വിഷമമുണ്ട് എങ്കിലും പറയാണ്, വെറും ഒരു ശിലയായി മാത്രം കരുതുകയാണ് എങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും ഭഗവാൻ നമ്മളോടും. എന്നാൽ അത് ഒരു കുട്ടിയായിട്ട് നമ്മുടെ എല്ലാവരുടെയും കളിക്കൂട്ടുകാരനോ അല്ലെങ്കിൽ മോനായിട്ടൊക്കെ കാണുകയാണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളോടും തിരിച്ചും ഭഗവാൻ. ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നിഷ്കളങ്കമായ ഭക്തിക്ക് അറിവിനൊന്നും വലിയ കാര്യമില്ല. ഇപ്പോൾ കോന്തുണ്ണി അത്ര വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഭഗവാൻ അങ്ങനത്തെ ഒരു രൂപത്തിൽ കണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് നിഷ്കളങ്കമായ ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭക്തിയെ ഭഗവാൻ സ്വീകരിച്ചത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ഭക്തിയോടുകൂടി സമർപ്പിച്ച ഇല പോലും ഞാൻ സ്വീകരിക്കുമെന്ന്. അതുപോലെ നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സ് ഭക്തിയോടുകൂടി ഭഗവാന് സമർപ്പിക്കാം.
അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ കാഴ്ചകൾ കൂടി ഞാൻ കഥകൾ പറയുമ്പോൾ അതിനൊപ്പം കാഴ്ചകൾ കൂടി കാണിക്കുന്നുണ്ട്. കാരണം കുറേ കാഴ്ചകളുണ്ടല്ലോ കാണിക്കാനായിട്ട്. ആ സമയം മൊത്തം ഇങ്ങനെ ശബ്ദം ഇല്ലാതെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഥ കൂടി ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഗുരുവായൂരപ്പ ശരണമെന്ന് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആറാട്ടിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആറാട്ടിൻ്റെ സമയം ഒന്ന് പറയുമോ, അതുപോലെ തന്നെ ആറാട്ട് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് കുളിച്ച് തൊഴാൻ സാധിക്കുമെന്ന്. അപ്പോൾ ആറാട്ടിന് സമയം വരുന്നത് ഒരു 10 to 11 മണിയാട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഭഗവാൻ കുളിച്ചുകൊണ്ട് ആറാട്ട് കുളിക്കാനായിരിക്കുമല്ലോ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നേരത്തെ വന്ന് നിൽക്കണം കേട്ടോ. കാരണം നല്ല തിരക്കുണ്ടാവും. ഒരു ഏകദേശം ഞാൻ പറയുന്ന സമയം 9 മണിയാണ്. അതിന് മുമ്പ് വന്ന് നിൽക്കുന്നവരുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ആറാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഈറനോട് കൂടിയിട്ട് ചുറ്റമ്പലത്തിലേക്ക് കയറി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ വെച്ചാൽ മതി, അതിൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും കേട്ടോ.